ഏട്ടാ, പ്രതിഭ എന്താടി പുറത്തിരിക്കുന്നേ? അത് ഏട്ടനെ പോലും അറിയിക്കാതെ തിരിച്ചു വന്നുകൊണ്ട് അമ്മ പ്രതിഭയെ അകത്ത് കയറ്റിയില്ല. കുറച്ചു നേരമായിട്ട് പ്രതിഭ ഇവിടെ ഇരിക്കുക. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കാം, ദാഹം കാണും. വേണ്ട, അമ്മ പ്രതിഭയെ വീട്ടിൽ കയറ്റില്ലെങ്കിൽ ഈ വീട്ടിലെ വെള്ളം അവൾക്ക് വേണ്ട. ഏട്ടാ, കൊണ്ടുപോടി. നീ എന്ത് ധൈര്യത്തിലടി ഇങ്ങോട്ട് വന്നത്? ഞാൻ കൂടുതലാതെ നിനക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് ഇത്രയായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ സത്യേട്ടനെ പലതവണ വിളിച്ചില്ലേ? സത്യേട്ടൻ എടുക്കാതിരുന്ന ഞാൻ എന്ത് ചെയ്യും? നീ ചെയ്തതൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. വാ പോവാം. എങ്ങോട്ട്? നിന്റെ വീട്ടിലോട്ട് തന്നെ, അല്ലാതെ എങ്ങോട്ടാ? അപ്പൊ ഇനി സത്യേട്ടൻ എന്നെ കൂടെ നിർത്തില്ലെന്നാണോ? ഇതേ എന്റെ വീടല്ല, ഇതെന്റെ അമ്മയുടെ വീടാ. നിനക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ എന്റെ കൂടെ വരണം. വരുന്നുണ്ടോ കൂടെ? വരുന്നുണ്ടോന്ന്? ഞാൻ വരാം. വാ. ഇപ്പൊ എന്തായടി? എന്റെ മോൻ എന്റെ വഴിക്ക് വന്നത് കണ്ടോ നീ? അവന് മനസ്സിലായി അവളെ ഇവിടെ നിർത്തിയാൽ അത് ഈ കുടുംബത്തിന് ദോഷാവൂന്ന്. അവനേ ഇപ്പൊ വന്ന സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് സത്യേട്ടൻ പ്രതിഭ തിരിച്ചോണ്ടുപോയെ. പിന്നല്ലാതെ സത്യന്റെ പഴയ സ്വഭാവം വെച്ച് അവന്റെ ഭാര്യ പുറത്താക്കി അവൻ എന്നോട് ക്ഷമിക്കോ സോനെ? എന്നെ വെല്ലുവിളിച്ച് എന്റെ മുമ്പിൽ കൂടി അവളുടെ കൈയും പിടിച്ച് അകത്തേക്കല്ലേ കയറിപ്പോണ്ടേ? അത് ശരി. ഒരെന്നാലും ഇല്ല. ആ പെണ്ണിനെ ആരോ ഇങ്ങോട്ട് ഇളക്കി വിട്ടതാ. അതവന് മനസ്സിലായിട്ടുണ്ട്. അതാരാണെന്ന് സുശീല താമസിയാതെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ടേ ഉള്ളു കാര്യം.